ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും തമ്പനയിൽ മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് ദേവികാണ്. സോ ദേവിക ഇതുവരെ ആയിട്ട് എന്താ സാരി ഉടുത്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ സാരി ഉടുപ്പിക്കാനും പിന്നെ അവരെ മേക്ക് ഓവർ ചെയ്യാനും ലൈക്ക് ഒരു വിമൻ എന്നുള്ളൊരു ടച്ച് കൊണ്ടുവരാൻ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവിക ഇപ്പം അത്യാവശ്യം ഗ്രോൺ അപ്പ് ഗേളായി. സോ ദേവികയെ നമുക്ക് ഒരുക്കാന്ന് വിചാരിച്ചു. പെയ്ഡ് ആക്ടർ സൺലൈറ്റ്. ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് ദേവിക. സോ നമ്മളിത് ഈ വീട്ടിൽ വരുന്ന സ്ഥലം. ഹായ്. സോ നമ്മൾ ബ്ലൗസ് സെലക്ട് ചെയ്യാണ്. ബ്ലൗസ് അല്ല, ഇത് ആക്ച്വലി എന്താ ക്രോപ്പ് ടോപ്പ് ആണ്. പിന്നെ സാരിക്ക് ഇപ്പൊ ഇതൊക്കെ പെയർ ചെയ്യുന്നല്ലേ ട്രെൻഡിങ്. ഇനി ഇതിന് കുറച്ച് ആന്റിക് സാധനങ്ങളെല്ലാം നമ്മൾ ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, ഇതാണ് സാരി. സോ നമുക്ക് ആദ്യം സ്കിൻ ടോണർ. ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ അതെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ നോക്ക്, ബോട്ടിലിൻ്റെ അവസ്ഥ നോക്ക്, കാലിയായി. ഓക്കെ, സോ സ്പെക്സ് വരും. സോ നമ്മൾ ആദ്യം ഫേസിലേക്ക് എന്ത് ചെയ്യാം, ടോണർ അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും അങ്ങ് അപ്ലൈ ചെയ്യാം. ഇത് ലിപ്സ് ക്ലോസ് ചെയ്യും. ടോണർ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ എവിടെയൊക്കെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ടോണർ സെറ്റ് ആക്കി കൊടുക്കും. കുറച്ച് സമയം ഈ അടിച്ച ടോണർ സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. ഉണക്കുവാണ് ഗൈസ്. ദേവിക നമ്മളെ ഒരു എസ്തെറ്റിക് വിഷറി ആയിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ചൊന്ന് വേഗം നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഫേസ് ഇപ്പം അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. വിഷറിയായ തട്ടിയും മുട്ടിയും. സോ നെക്സ്റ്റ് നമ്മൾ ഫോക്സ്റ്റൈലിൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സിറാണ് യൂസ് ചെയ്തത്. ലൈക്ക് മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്തില്ല. സോ ദിസ് ഇസ് ദ സിറം. ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ഡ്രോപ്സ് അല്ല 2 സ്ക്യൂസ് 1 2 ഇത്ര എടുക്കാം. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് എവിടെയൊക്കെ മാർക്ക് ചെയ്യണം അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നീട് അങ്ങ് ബ്ലെൻഡ് ആക്കണം. സോ ഇതിനൊരു ഗോതമ്പിന് മണമുണ്ട്. നമ്മളിതെല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് അത്യാവശ്യമായ സാധനമാണ് സൺസ്ക്രീൻ. 3 ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്ര പോലെ എടുക്കുന്നുള്ളൂ. അതും സെയിം എല്ലായിടത്തും എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഓക്കെ, കട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? അല്ല, നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. എന്താ ഓക്കെ, ഒന്നും മനസ്സിലാകും. അത് വേണ്ട, ലിപ് ബാം ഒന്നും വേണ്ട, നമുക്ക് ലിപ് ഗ്ലോസ് ആണ്. അത് ഏറ്റവും ലാസ്റ്റ്. ആദ്യം ലിപ്പ് ഭയങ്കര മോയ്സ്ചറൈസ് ആവണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷൻ. ഓക്കെ, നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇത് ഞാൻ ഈ അടുത്ത് സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്, ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്ക്. ബേബിയൊക്കെ പിന്നെ അങ്ങനെ അൺഈവൻ ടോൺ സ്കിന്നൊന്നുമില്ല, എല്ലായിടത്തും ഒരേ ഇത് തന്നെ. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഞാൻ മൂക്കിലും ഈ താടിക്കും കണ്ണിൻ്റെ അണ്ടർ ഐസിലും പിന്നെ ഇവിടെ ഈ സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വിചാരിക്കും. നെറ്റിക്ക് കുറച്ചേ ഇടുന്നുള്ളൂ. സോ നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. അതെന്തൊക്കെ കാണിച്ചത്? സിഗ്നൽ. ഓക്കെ, ഞാൻ പൊതുവേ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഈ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റുഡിയോൻ്റെ എന്നിട്ട് 199. സോ ഇപ്പം നമ്മൾ ഫൗണ്ടേഷനിലിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ പോലെ ഇതാക്കാം. സോ നമ്മളെ സാരിയുടെ കളർ ഒരു പിങ്കാണ്. എക്സാക്റ്റ് പിങ്ക് എടുക്കുന്നില്ല, നമ്മുടെ പാലറ്റ്. നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് എടുക്കാം അല്ലേ? ഏതെടുക്കണം? ഓക്കെ, ഈ ഇതും നമ്മൾ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചെടുക്കുമ്പോൾ തന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ചെറുതായിട്ട് ചെയ്യുന്നത്.
ഞാൻ ഫുള്ളായി വരക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇങ്ങനെ ഡോട്ടോ ലൈനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒരുപോലെ ആവാൻ നോക്കുക. ഇപ്പോഴത്തെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ? കണ്ണോടെല്ലാം വേണം. ഓക്കെ, കുറച്ചും കൂട്ടൊക്കെ എന്നെ നോക്കും. ദേവികൻ്റെ കണ്ണ് നല്ല വലിയ ഉണ്ട കണ്ണാണ്. നമ്മൾ ഫ്രെയിം ചെറുതായി മാറ്റി പിടിച്ചു. ദേവികയുടെ കണ്ണിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, എത്ര മനോഹരമായ കണ്ണുകൾ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമ്മളൊന്ന് ഇതേ സെയിം കളർ തന്നെ ബ്ലെൻഡാക്കി കൊടുക്കാം. ലൈറ്റായിട്ടേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വേറൊരു ഇത് ഉപയോഗിച്ച് ബ്ലെൻഡാക്കാം. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടുള്ള കളർ എടുക്കാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് പോലെ ഇങ്ങനെ ടച്ച് ചെയ്തേ ഉള്ളൂ. അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. ഇനി ലൈൻ ചെയ്യാം. ലൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ സെൻറ്ററിലേക്ക് ഒരു വര വരക്കാം. ഇപ്പുറത്തൊന്നും സെൻറ്ററിലേക്ക് ഒരു വര വരക്കാം. അത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് മെല്ലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തൊന്ന് വര വരക്കാം. ഓക്കെ, നമ്മളപ്പോൾ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതും 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 സെയിം കളേഴ്സ്. ഓക്കെ, ബ്ലഷ് ഇടാണ്ട് കുട്ടിക്ക് ഇരിക്കാനും നിൽക്കാനും കഴിയില്ല. മറ്റേ സാധനമൊക്കെ തിരികെ കണ്ടില്ല. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ബ്ലഷ് ആക്കി ചാക്ക്. കട്ട്. ഇനി നമുക്ക് ഐലൈനർ. ഒരൊറ്റ നേരിയ വര, ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ. മസ്കാര വേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി നല്ല ഐലാഷ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഇട്ടതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഡാർക്കാക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇവിടെ ഐബ്രോ കുറച്ച് ഡിസോർഡർ ആയിട്ടുള്ളത്, അതൊന്ന്
കോംബ് ചെയ്ത് പ്രിപ്പയർ ആക്കി കൊടുക്കാം. ഡിസോൾഡ് ഐബ്രോസ്. ജസ്റ്റ് ഇതിൻ്റെ ബ്രഷ് വെച്ച് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതെന്ത്? ഇതാണ് ട്രെൻഡ്. ഓ, ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ഗായ്സ്, ഇതൊക്കെ ട്രെൻഡാണ് കേട്ടോ. നമുക്ക് സാരി ഉടുപ്പിക്കാം. സോ അടിയിലൊരു ജീൻ പാൻ്റാണ് ഇട്ടിട്ടുള്ളത്. കണ്ണാടി എന്തെല്ലാം ഉണ്ട്. ഓ, എസ്തെറ്റിക്. ഓഫ്. എല്ലാവർക്കും എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ താങ്ക്സ് ടു ഗായത്രി ചേച്ചി ഫോർ ഡൂയിങ് ദിസ് അമേസിങ് വർക്ക്. ഓക്കെ. Ta-da!